വിജയുടെ മേഴ്സൽ സിനിമയിലെ ഈ സീൻ ഓർമ്മയുണ്ടോ? ഒരു പെൺകുട്ടിക്ക് ആക്സിഡന്റ് പറ്റുന്നു. സ്പോട്ടിലെത്തുന്ന ആംബുലൻസ് ഡ്രൈവർ ഓൾറെഡി ഹോസ്പിറ്റലുമായിട്ട് കമ്മീഷൻ ഫിക്സ് ചെയ്യുന്നു. ഹോസ്പിറ്റലാകട്ടെ പേഷ്യന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ 1 ലക്ഷം രൂപയുടെ ബില്ല് റെഡിയാക്കി വെക്കുന്നു. രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കുട്ടിയുടെ പാരന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഓപ്പറേഷൻ നടത്തിക്കുന്നു. കുട്ടി മരിച്ചിട്ടും ഫുൾ ബില്ല് അടച്ചാൽ മാത്രമേ ബോഡി വിട്ടുകൊടുക്കുള്ളൂ എന്ന് ആശുപത്രി പറയുന്നു. സിനിമയിൽ മാത്രം കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് പക്ഷെ ഒരു റിയാലിറ്റിയാണ്. മെഡിക്കൽ എത്തിക്സ് ഉയർത്തിപ്പിടിക്കുന്നും ഒരു പേഷ്യന്റിന് വേണ്ട എല്ലാവിധ ട്രീറ്റ്മെന്റ്സ് നൽകുമെന്നും പേഷ്യന്റിനെ ഹാം ചെയ്യുകയോ പേഷ്യന്റിനെ പറ്റിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് ഹിപ്പോക്രാറ്റിക് ഓത്ത് എടുക്കുന്ന ഡോക്ടർമാരോട് പക്ഷെ ഇന്ന് ഈ എത്തിക്സ് ഒക്കെ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ മറുപടി ഉണ്ടാകില്ല. കാരണം ഇന്ന് മിക്ക ഹോസ്പിറ്റൽസും ബിസിനസ്സുകളായിട്ട് മാറിയിരിക്കുകയാണ്. പ്രോഫിറ്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് ബിസിനസ്സുകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബില്ലുകളുടെ എമൗണ്ട് പതുക്കെ കൂടുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർജറീസ്, മെഡിസിൻസ്, ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ, ലാബ് ടെസ്റ്റുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളുടെയും വില കൂടി. സാധാരണ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിന്റെ വില കൂടുന്ന പോലുള്ള ഒരു കൂടുതൽ തന്നെയാണോ ഇത്? അല്ല. ഇന്ത്യയിൽ ജനറൽ ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് സാധാരണഗതിയിൽ സാധനങ്ങളുടെ വില കൂടുന്നത് 6 മുതൽ 8% വരെയാണ് ആനുവലി. പക്ഷേ മെഡിക്കൽ ഇൻഫ്ലേഷൻ റേറ്റ് 15%, അതായത് ജനറൽ ഇൻഫ്ലേഷന്റെ ഡബിൾ. ഈ വർഷം 1 ലക്ഷം രൂപയുള്ള ഒരു സർജറി അടുത്ത വർഷം ചെയ്യാൻ 1,15,000 രൂപയോ. ഇതേ സർജറി നിങ്ങൾ ചെയ്യുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പൈസ ഓൾമോസ്റ്റ് ഡബിളായി 2 ലക്ഷം രൂപയായിട്ടുണ്ടാവും. മെഡിക്കൽ ഫീൽഡിലെ തന്നെ എക്സ്പേർട്സിന്റെ ഒപ്പീനിയനിൽ 2014-15 കാലഘട്ടത്തിൽ മെട്രോ സിറ്റീസിലെ ബൈപ്പാസ് സർജറിയുടെ കോസ്റ്റ് 2.5 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഇന്ന് ആ കോസ്റ്റ് 5 മുതൽ 6 ലക്ഷം രൂപ വരെ. മാത്രമല്ല ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങളുടെ മരുന്നിന്റെ ആനുവൽ റേറ്റ് ഓഫ് ഇൻക്രീസ് 8 മുതൽ 12% വരെയാണ്. പക്ഷെ ആളുകളുടെ ശമ്പളം കൂടുന്നത് ആനുവലി 6 മുതൽ 8% വരെ മാത്രം. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും ഈ കൂടുന്ന മെഡിക്കൽ ബില്ല് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. NSOയുടെ സർവേ പ്രകാരം ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനുള്ള ചെലവ് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് 7 ഇരട്ടിയാണ്. പക്ഷെ എന്നിട്ടും ഇന്നും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ആളുകൾ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബെറ്റർ ആണെങ്കിലും ഇന്നും കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല, നഴ്സസ് ഇല്ല, എക്യുപ്മെന്റ്സ് ഇല്ല, സർജറീസ് മുടങ്ങുന്നു, സ്കാനിങ്ങിന് വരെ ഒരുപാട് വെയിറ്റിംഗ് ടൈം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത ഒരു വീഡിയോ ഓൾറെഡി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോകുന്നതെന്ന്. കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷേ ഈ കാണുന്ന രീതിയിലുള്ള ബില്ലിലുള്ള ഒരു വർധന കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാത്രമാണ്. പല ഹോസ്പിറ്റൽസും ഇന്ന് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് ആയിട്ട് മാറി. ഇതിന്റെ കാരണം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വന്നൊരു ചേഞ്ചാണ്, കോർപ്പറേറ്റൈസേഷൻ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഓണറാണ്. ഒരു സിംഗിൾ ഹോസ്പിറ്റൽ, അത് റൺ ചെയ്യുന്നത് അവനും അവൻ്റെ ഫാമിലി മെമ്പേഴ്സും. പണ്ടൊക്കെ മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇങ്ങനെയായിരുന്നു. ഒന്നുകിൽ റൺ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പർട്ടിക്കുലർ ഫാമിലി, അല്ലെങ്കിൽ ഒരു ഡോക്ടറും ഉണ്ട്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ. പക്ഷേ ഇന്ന് മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് കമ്പനികളാണ് റൺ ചെയ്യുന്നത്. അതും സിംഗിൾ ഹോസ്പിറ്റൽ അല്ല, ഹോസ്പിറ്റൽ ചെയിൻസ്. ഇന്ത്യയിൽ ഹോസ്പിറ്റൽ ഒരു $1 ബില്യൺ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇപ്പോൾ ഫോറിൻ ഇക്വിറ്റി ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യാണ്. മണിപ്പാൽ ഹോസ്പിറ്റൽസിന്റെ 60% ഷെയർ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് മേടിച്ചു. കെയർ ഹോസ്പിറ്റലിന്റെയും കിംസ് കേരളയുടെ ഒക്കെ 100% ഷെയർ US ഇൻവെസ്റ്റ്മെന്റ് ഫേം ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് മേടിച്ചു. ഇതേ ബ്ലാക്ക് റോക്കിന്റെ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് വിങ് ആയിട്ടുള്ള ക്വാളിറ്റി കെയർ ലിമിറ്റഡുമായിട്ട് ആസ്റ്റർ ഗ്രൂപ്പ് മെർജ് ചെയ്തു. പുതിയ കമ്പനിയുടെ പേര് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ലിമിറ്റഡ്. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഈ ഹോസ്പിറ്റൽസിന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പുതിയ ഹോസ്പിറ്റൽസ് പണിയും, പല സ്ഥലത്തും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വലുതാക്കും. റാപ്പിഡ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആയിരിക്കും ഇനി ഈ ഹോസ്പിറ്റൽ ചെയിനുകളിലൊക്കെ തന്നെ കാണാൻ പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും വേറെ ഹോസ്പിറ്റലിനെ അക്വയർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. രാജേരി ഹോസ്പിറ്റൽ മഡോണ ഹോസ്പിറ്റലിനെ അക്വയർ ചെയ്തു. ലിസി ഹോസ്പിറ്റൽ PVS ഹോസ്പിറ്റൽസിനെ അക്വയർ ചെയ്തു. കരീതാസും ബേബി മെമ്മോറിയലും ഒക്കെ ഇങ്ങനെ പല ഹോസ്പിറ്റൽസുമായിട്ട് ടേക്ക് ഓവർ മേജേഴ്സ് ഒക്കെ നടത്തി. അതായത് മൊത്തത്തിൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ഓണർഷിപ്പിൽ ഒരു റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത്. ഇനി ഏതാനും ചില കമ്പനികളുടെ കയ്യിലായിരിക്കും മെജോറിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷന്റെ ഡാറ്റ പ്രകാരം വർദ്ധിച്ച ഓപ്പറേഷൻസ് കോസ്റ്റും പിന്നെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് നൽകുന്ന കോമ്പറ്റീഷൻ, അതായത് അവർ നൽകുന്ന അത്ര സാലറി ഡോക്ടേഴ്സിന് കൊടുക്കാൻ കഴിയുന്നില്ല, അവർ കൊണ്ടുവരുന്ന അത്രയും നല്ല എക്യുപ്മെന്റ്സ് മേടിക്കാൻ കഴിയുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ 100 കണക്കിന് ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് കേരളത്തിൽ പൂട്ടിപ്പോയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ നല്ലൊരു പങ്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് റണ്ണാണ്. ഫോക്കസ് ഓഫ് പ്രോഫിറ്റ് മേക്കിംഗ്. അവരിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഈ പ്രോഫിറ്റ് എവിടെ നിന്ന് വരും? പേഷ്യൻസിനെ പിഴിയണം. അതിനവർ ഡോക്ടേഴ്സിനെ അവരെ യൂസ് ചെയ്യും.
ഏത് ഹോസ്പിറ്റൽ എടുത്താലും അവിടെ പൊതുവെ കൺസൾട്ടേഷൻ അഥവാ OP ഫീസ് 300 മുതൽ 500 രൂപ വരെയൊക്കെ ആയിരിക്കും. ഈ പൈസ ലോ ആക്കി വെക്കുന്നത് കൂടുതൽ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ OPയിൽ വരുന്ന പേഷ്യൻസ് ലാബ് ടെസ്റ്റുകൾ നടത്തുമ്പോഴോ അഡ്മിറ്റ് ആകുമ്പോഴോ സർജറീസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഹോസ്പിറ്റലിന് റവന്യൂ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡോക്ടേഴ്സിനെ പുഷ് ചെയ്ത് കൂടുതൽ ലാബ് ടെസ്റ്റുകളും കൂടുതൽ അഡ്മിഷൻസും കൂടുതൽ സർജറീസും ചെയ്യിപ്പിക്കും. മുൻപ് കണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ലാബ് ടെസ്റ്റ് റിസൾട്ടും സ്കാൻ റിസൾട്ടൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് പിന്നെയും അത് ചെയ്യാൻ പല ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് പറയുന്നത് ഈ പുഷ് കൊണ്ടൊക്കെ തന്നെയാണ്. ഡോക്ടേഴ്സിലാണ് പേഷ്യൻസിന് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പറയുന്നതോട് മിക്ക പേഷ്യൻസും തർക്കിക്കാൻ നിൽക്കാറില്ല. അവർക്ക് ഇത് ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്ന് അറിയില്ലെങ്കിൽ പോലും പിന്നെയും ആ ടെസ്റ്റുകളൊക്കെ ചെയ്യും. ചില കേസുകളിൽ അതും ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ലാബുകളിൽ പോലും ഇങ്ങനെ ആവശ്യമില്ലാതെ എഴുതുന്ന ടെസ്റ്റുകളുടെ സാമ്പിൾ വെറുതെ സിങ്കിൽ ഒഴിച്ചു കളയാം. അതായത് സിങ്ക് ടെസ്റ്റ് നടക്കുന്നതായിട്ട് റോയിറ്റേഴ്സിന്റെ ഒരു റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനത്തെ ടെസ്റ്റുകളുടെ റിസൾട്ട് ഒന്നും തന്നെ ഈ ഡോക്ടേഴ്സിന് മരുന്ന് നൽകാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള റിപ്പോർട്ട് നൽകി ഈ പൈസ പ്രോഫിറ്റ് ആക്കി മാറ്റാണ് പല ഹോസ്പിറ്റൽസും ചെയ്യുന്നതെന്നാണ്. ഹോസ്പിറ്റൽ ഫീൽഡിലെ തന്നെ എക്സ്പേർട്സ് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഇത്ര ശതമാനം പേഷ്യൻസിനെ ഓൾറെഡി അഡ്മിറ്റ് ചെയ്യണം എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നേരത്തെ ഡിസൈഡ് ചെയ്യുന്നതാണ്. അതായത് 10% OP to IP കൺവേർഷൻ റേഷ്യോ എന്ന് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പേഷ്യൻസ് വന്നാൽ അതിൽ നിന്ന് 100 പേഷ്യൻസിനെ അവർ അഡ്മിറ്റ് ചെയ്തിരിക്കും. What is your outpatient to inpatient conversion? It's literally tracked like a funnel, dude. Okay. So typical industry is 8 to 12%. So let's say 10% is your OP to IP conversion. They will say, okay, now show me this number by doctors. Okay. So they'll put every doctor's name, and in front of that, they will put what is the OP IP conversion. Okay. And everybody who's less than 10%, the CEO will call that doctor and talk to them and say, you need to fix this. So what you need to fix this means what? Right? If he's an orthopedist, you're going to get a knee replacement. So fix this means you have to prescribe more surgeries, all that, right? ഈ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാത്ത ഡോക്ടർമാരുടെ ഇൻസെന്റീവ്സ് കട്ട് ചെയ്യുകയോ അവരെ പ്രൊമോഷൻസ് ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ പ്രഷർ കാരണം ആവശ്യമില്ലാത്ത ലാബ് ടെസ്റ്റുകൾ എഴുതാനും അഡ്മിഷൻസ് നടത്താനും സർജറീസ് ചെയ്യാനൊക്കെ ഡോക്ടർമാർ നിർബന്ധിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊടുക്കുന്ന ടാർഗറ്റ് കാരണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ പേഷ്യൻസിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു യുവ ഡോക്ടർ ട്വിറ്ററിൽ നടത്തിയ പ്രതികരണം അടുത്തിടയ്ക്ക് വൈറലായിരുന്നു. मैनेजमेंट कहता है इस महीने आईसीयू में इतने बेड भरने चाहिए, ओटी खाली नहीं रहनी चाहिए, जो मरीज ओपीडी में उसे भर्ती करो चाहे जरूरत हो या ना हो. क्या हम डॉक्टर है या किसी इंश्योरेंस एजेंट की तरह कोटा पूरा करने वाले सेल्समैन? എന്തായാലേ കഷ്ടപ്പെട്ട് പഠിച്ച് MBBS ഒക്കെ എടുത്ത ശേഷം സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ ഒരു സെയിൽസ്മാനെ പോലെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ചില ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളൂ. യാതൊരു മടിയില്ലാതെ കമ്മീഷന് വേണ്ടിയിട്ട് ലാബ് ടെസ്റ്റുകളും സർജറീസ് ഒക്കെ എഴുതുന്ന ഡോക്ടേഴ്സും ഉണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെന്റിന് ഇടാം. എന്താ മതി? എന്നാ പിന്നെ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാനുണ്ട്. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. ഇന്ന് പല കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നത് മന്ത്ലി സാലറി ബേസിസിലാണ്. അതിന് പകരം അവർക്കൊരു മിനിമം സാലറി ഉണ്ടാവും. ബാക്കി ഇൻസെന്റീവ്സ് പോലെ, അതായത് എത്ര അഡ്മിഷൻസ് നടത്തുന്നു, എത്ര സർജറീസ് നടത്തുന്നു, എത്ര ലാബ് ടെസ്റ്റുകൾ എഴുതി, അതിനനുസരിച്ച് ഇൻസെന്റീവ് കിട്ടും. So you'll go to them and lure them with money and say, hey, I'll give you 20% commission on whatever revenue you make, which is roughly 22-23% is the industry. The incentive structure is such that if your bill was 2 lakhs, right, the commission is 40,000. If your bill is 5 lakhs, the commission is 1 lakh. അതായത് സാലറി പ്ലസ് കമ്മീഷൻ എന്ന രീതിയിലാണ് ഡോക്ടേഴ്സിന് ഇപ്പോൾ പേയ്മെന്റ് കിട്ടുന്നത്. കൂടുതൽ പേയ്മെന്റ് കിട്ടാൻ കൂടുതൽ ആളുകളെ അഡ്മിറ്റ് ചെയ്യണം, കൂടുതൽ സർജറീസ് നടത്തണം, കൂടുതൽ ലാബ് ടെസ്റ്റുകൾ എഴുതണം. പെർമനന്റ് ആയിട്ടുള്ള ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ നൽകുന്ന ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അയാളെ പുറത്താക്കാൻ ലീഗലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, പെർമനന്റ് ആയിട്ട് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് പകരം കൺസൾട്ടൻസ് എന്ന രീതിയിൽ ടെമ്പററി ആയിട്ട് ഡോക്ടേഴ്സിനെ എടുക്കുന്നു. ഈ കൺസൾട്ടന്റ് ഡോക്ടർമാർ ഹോസ്പിറ്റൽസ് നൽകുന്ന ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരെ ഈസി ആയിട്ട് പുറത്താക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെന്റ് നൽകുന്ന ടാർഗറ്റ്സുമായിട്ട് സഹകരിക്കുന്ന ഡോക്ടേഴ്സിന് മാത്രമേ വലിയ ഹോസ്പിറ്റലിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മുംബൈയിൽ സർജറീസിനെ പറ്റി സെക്കൻഡ് ഒപ്പീനിയൻ നൽകുന്ന ഒരു കൺസൾട്ടൻസി ഏജൻസി കണ്ടെത്തിയത് അവരുടെ അടുത്ത് ഓൾറെഡി സർജറി സജസ്റ്റ് ചെയ്ത് വന്ന 12,500 പേഷ്യൻസിൽ 44% പേഷ്യൻസിനും സർജറി ശരിക്കും നെസസറി ആയിരുന്നില്ല. 55% കാർഡിയാക് സർജറീസും 48% നീ റീപ്ലേസ്മെന്റ് സർജറീസും ഒന്നും ശരിക്കും നെസസറി ആയിരുന്നില്ല എന്നാണ് ആ ടീം ഓഫ് ഡോക്ടേഴ്സ് കണ്ടെത്തിയത്. ആവശ്യമില്ലാത്ത സർജറീസ് സജസ്റ്റ് ചെയ്യുന്ന കാര്യം പോട്ടെ, അത് നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ മേടിച്ച് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പായിട്ട് പോലും ബൈസ്റ്റാൻഡേഴ്സിനോട് പറയാണ്ട് ദിവസങ്ങളോടെ വെന്റിലേറ്ററിൽ വെച്ച് പൈസ മേടിച്ച ഹോസ്പിറ്റലിന്റെ കേസസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭോപ്പാലില് ഇതുപോലെ ബ്രെയിൻ ഡെഡ് ആയ ഒരു പേഷ്യന്റിനെ 6 ദിവസമാണ് വെന്റിലേറ്ററിൽ കിടത്തിയത്. എന്നിട്ട് 8.5 ലക്ഷം രൂപയുടെ ഒരു ബില്ലും കൊടുത്തു. ഡൽഹിയിൽ ഇതുപോലെ ബ്രെയിൻ ഡെഡ് ആയ ഒരു പേഷ്യന്റിനെ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയാണ്ട് വെന്റിലേറ്ററിലിട്ട് ചികിത്സിച്ചതിന് കൺസ്യൂമർ കോർട്ട് ഒരു ഹോസ്പിറ്റലിന് 5 ലക്ഷം രൂപ ഫൈൻ അടിച്ചിരുന്നു. കേരളത്തിൽ ഈ പ്രശ്നം തടയാൻ കേരള ഗവൺമെന്റ് ഒരു ഡയറക്റ്റീവ് ഇറക്കിയിരുന്നു.
ഒരു പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആയ ഉടനെ ബ്രെയിൻ ഡെഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നും ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞ് എല്ലാവിധ ചികിത്സയും സ്റ്റോപ്പ് ചെയ്യണം എന്നായിരുന്നു ഡയറക്റ്റീവ്. പക്ഷേ ഇന്നും കേരളത്തിലെ പല ഹോസ്പിറ്റൽസും ആ ഡയറക്റ്റീവ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതിന്റെ തെളിവാണ് 2024 മുഴുവൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ആകെ 10 ബ്രെയിൻ ഡെഡ് സർട്ടിഫിക്കറ്റ് കേസുകൾ മാത്രം. ഈ ഹോസ്പിറ്റൽസ് ഒക്കെ അവരുടെ ലാഭം കൂട്ടാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇവർ മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽസ് ഉള്ള വലിയ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് ഡയറക്ട്ലി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ കയ്യിൽ നിന്ന് വളരെ ചെറിയ പൈസയ്ക്ക് മരുന്നുകൾ പ്രൊക്യൂർ ചെയ്യും. എന്നിട്ട് അത് പേഷ്യൻസിന് കൊടുക്കുന്നത് ഇരട്ടി വിലയ്ക്ക്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ 1800% പ്രോഫിറ്റിലാണ് മരുന്നുകളും കൺസ്യൂമബിൾസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് മാർക്കറ്റിൽ 650 മുതൽ 800 രൂപ വരെയുള്ള ഇഞ്ചക്ഷൻ ഹോസ്പിറ്റൽ ഫാർമസിയിൽ വിൽക്കുന്നത് 2350 രൂപയ്ക്ക്. അതുപോലെ തന്നെ 2000-3000 രൂപയ്ക്കൊക്കെ ഹോസ്പിറ്റൽസിന് കിട്ടിയ ക്യാൻസർ മരുന്നിന് പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് 16,000-18,000 ഒക്കെ രൂപ. ഹോസ്പിറ്റൽസിന്റെ ഈ പ്രവൃത്തിയെ പറ്റി നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ കണ്ടെത്തിയത് 13 രൂപയുടെ ഇഞ്ചക്ഷൻ ചില ഹോസ്പിറ്റൽസിൽ വിറ്റത് 189 രൂപയ്ക്ക്, അതായത് 1000% പ്രോഫിറ്റിൽ. ഇത് മരുന്നിന്റെ വില മാത്രമാണ്. ഇതിന് പുറമെയാണ് ബാക്കിയുള്ള സർവീസ് ചാർജുകളെല്ലാം. ഇത് കൂടാതെ വെറ്റ് വൈപ്പ്, ഗ്ലൗസ് പോലത്തെ കൺസ്യൂമബിൾസും വിറ്റത് 1000% പ്രോഫിറ്റിലായിരുന്നു. NPPയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയ വേറൊരു കാര്യം, ഗവൺമെന്റിന്റെ പ്രൈസിംഗ് റെഗുലേഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എപ്പോഴും അവരുടെ മരുന്നിന്റെ പുതിയ കോമ്പിനേഷൻസ് ഇറക്കിക്കൊണ്ടേയിരിക്കും. അതായത് ഏതെങ്കിലും ചെറിയ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് ഈ മരുന്നിന് ചെറിയൊരു മാറ്റം വരുത്തി പുതിയ വേർഷനായിട്ട് റിലീസ് ചെയ്യും. ഇങ്ങനെ പുതിയ വേർഷനായിട്ട് വരുന്ന മരുന്നിന് പഴയ മരുന്നിന്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ് ഒക്കെ തന്നെ കാണുകയുള്ളൂ. എന്നിട്ട് പുതിയ ഫോർമുല എന്ന് പറഞ്ഞ് ഹൈ പ്രൈസിൽ വിൽക്കും. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഇരട്ടി പ്രൈസിൽ പേഷ്യൻസിന് കൊടുക്കും. അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് ലാഭം കിട്ടും, ഹോസ്പിറ്റൽസിന് ലാഭം കിട്ടും, നഷ്ടം സാധാരണ പേഷ്യൻസിന് മാത്രം. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിനോട് പറ്റുന്നില്ല. ഇനി ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളൊരു പെട്രോൾ പമ്പിൽ ഒരു മാരുതി കാറിൽ ചെന്നപ്പോൾ നോർമൽ പെട്രോളിന്റെ റേറ്റ് മേടിച്ചു. പിന്നീട് ഒരു സ്കോഡ കാറിൽ ചെന്നപ്പോൾ ലിറ്ററിന് 150 രൂപ വെച്ച് മേടിച്ചു. പിന്നീട് ബെൻസ് കാറിൽ ചെന്നപ്പോൾ ലിറ്ററിന് 500 രൂപ വെച്ച് മേടിച്ചു. ഇത് നിങ്ങൾ സമ്മതിക്കുമോ? പക്ഷേ ഇതാണ് ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ നടക്കുന്നത്. നിങ്ങൾ ഏത് ടൈപ്പ് റൂമിലാണോ അഡ്മിറ്റ് ആയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓരോ പ്രൊസീജിയറിന്റെ ഫീസും. നിങ്ങളൊരു AC റൂമിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോഴും നിങ്ങളൊരു വാർഡിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോഴും കാണാൻ വരുന്നത് സെയിം ഡോക്ടർ ആണെങ്കിലും കൺസൾട്ടേഷൻ ഫീസ് ഡിഫറൻ്റ് ആയിരിക്കും. AC റൂമിൽ നിന്ന് പോയി സ്കാനിങ് നടത്തുമ്പോഴും വാർഡിൽ നിന്ന് പോയി സ്കാനിങ് നടത്തുമ്പോഴും രണ്ട് റേറ്റ്. സെയിം ഹോസ്പിറ്റലിലെ സെയിം ലാബിൽ സെയിം രീതിയിലുള്ള സ്കാനിങ്, പക്ഷെ റൂം ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞ് റേറ്റ് മാത്രം ഡിഫറൻറ്റ്. എന്ത് ലോജിക്കാലേ? AC റൂമിൽ നിന്ന് എന്താ കൂടുതൽ കറണ്ട് വലിക്കും. പക്ഷെ ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഈ സിസ്റ്റം ഒക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു, നോർമലൈസ്ഡ് ആയി. ഉയർന്ന ഹോസ്പിറ്റൽ ബില്ലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഹോസ്പിറ്റൽസ് ഇങ്ങനെ അവരുടെ ബില്ല് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനീസ് മാക്സിമം ഇൻഷുറൻസ് ക്ലെയിംസ് റിജക്റ്റ് ചെയ്യും. അഥവാ പാസ്സാക്കിയാൽ തന്നെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് എമൗണ്ട് മാത്രമേ പാസ്സാക്കൂ. പേഴ്സണലി എൻ്റെ ഒരു കസിൻ്റെ കേസിൽ ആൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആളെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റും ചെയ്തു, കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ബില്ല് വന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഈ അഡ്മിഷൻ നെസസറി ആയിരുന്നില്ല എന്ന് പറഞ്ഞ് ബില്ല് റിജക്റ്റ് ചെയ്തു. കൂടുതൽ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഡോക്ടേഴ്സ് ശ്രമിക്കുന്നു. അവരെ വിശ്വസിച്ച് ഈ പേഷ്യൻസ് ഒക്കെ അഡ്മിറ്റ് ആവും. ലാസ്റ്റ് ബില്ല് വരുന്ന സമയത്ത് ഈ അഡ്മിഷൻ നെസസറി ആയിരുന്നില്ല എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനീസ് ഈ ക്ലെയിം റിജക്റ്റ് ചെയ്യും. പെട്ടുപോകുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. ഇൻഷുറൻസ് എടുത്തൊക്കെ വേസ്റ്റായി, ആ പൈസ മുഴുവൻ പോയി. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിന്റെ ബാക്ക് ബോൺ ആണ് ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഈ ഫീൽഡിലെ ആളുകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് മികച്ച ഹെൽത്ത് കെയർ കിട്ടുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ റിട്ടേൺസും പ്രോഫിറ്റും ഒക്കെ കിട്ടണം. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ്സാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല, അമിതമായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടി 1000% പ്രോഫിറ്റിലൊക്കെ മരുന്നുകൾ വിൽക്കുകയും ആവശ്യമില്ലാത്ത ടെസ്റ്റുകളും ആവശ്യമില്ലാത്ത സർജറീസ് ഒക്കെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രശ്നം. പേഷ്യൻ്റ് കെയർ എന്ന ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസിൽ നിന്ന് മാറി ഫോക്കസ് പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമായിട്ട് മാറുന്നു. ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. ഡോക്ടേഴ്സിനെ ഒഴിച്ച് ബാക്കിയുള്ള ഹോസ്പിറ്റലിലെ നഴ്സസ്, അറ്റൻഡേഴ്സ് പോലത്തെ എംപ്ലോയീസിനൊക്കെ ഇവർ ഇന്നും കൊടുക്കുന്നത് തുച്ഛമായിട്ടുള്ള സാലറി. പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും കോർപ്പറേറ്റൈസേഷനും കാരണം ഹെൽത്ത് കെയറിന്റെ കോസ്റ്റ് കൂടുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അമേരിക്ക എന്ന രാജ്യം. ലോകോത്തരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ട് കൂടി പല അമേരിക്കൻ സിറ്റിസൻസിനും മറ്റ് രാജ്യങ്ങളിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരുന്നതും ഇതുകൊണ്ടാണ്. എന്തിനേറെ ഇൻസുലിൻ, ഡയബറ്റീസ് പോലത്തെ മരുന്നുകളുടെ ഉയർന്ന പൈസ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇതൊക്കെ സ്മഗിൾ ചെയ്യുന്ന അമേരിക്കൻ സിറ്റിസൻസ് വരെ ഉണ്ട്. കോർപ്പറേറ്റൈസേഷൻ കാരണം ഇന്ത്യയിലും ഇപ്പൊ ഹെൽത്ത് കെയറിന്റെ എക്സ്പെൻസുകൾ കൂടാണ്. ഇതിനെപ്പറ്റി ഡൽഹിയിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് ഫോർട്ടിസ്, മാക്സ്, അപ്പോളോ പോലത്തെ ഹോസ്പിറ്റൽസ് പേഷ്യൻസിനെ ഓവർ ചാർജ് ചെയ്യുന്നു എന്നാണ്.
2025 ഇത് തടയാൻ വേണ്ടി കേസുകൾ എടുക്കാനും ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോളിസികൾ കൊണ്ടുവരാനും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോട് സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കേരള ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റൽസും അവിടുത്തെ ചികിത്സയുടെ ചെലവുകൾ ഡിസ്പ്ലേ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നൊരു റൂൾ കൊണ്ടുവന്നിരുന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കേസിന് പോയി. ലാസ്റ്റ് ഹൈക്കോടതി കേരള സർക്കാരിന്റെ തീരുമാനം ശരിവെക്കുകയും ഇങ്ങനെ ഡിസ്പ്ലേ ബോർഡ് വയ്ക്കണം എന്ന് പറയുക ചെയ്തിട്ടുകൂടി ഇന്നും പല ഹോസ്പിറ്റൽസിലും ഈ ബോർഡില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ചൂഷണങ്ങൾ തടയാൻ ഗവൺമെന്റ് ഇനിയും ഒരുപാട് എഫേർട്സ് എടുക്കും. കാരണം ഇന്ത്യയിൽ ഇന്നും 90% ആളുകളുടെ മന്ത്ലി സാലറി 25,000 രൂപ താഴെയാണ്. 68% ഇന്ത്യക്കാർക്കും യാതൊരുവിധ ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല. ഭൂരിഭാഗം ഫാമിലീസും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടാനോ ഒരു കടക്കണിയിലേക്ക് പോകാനോ ഒരു വലിയ അസുഖം വന്നാൽ മതി. മാത്രമല്ല, ഒരു അസുഖം വന്ന് തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഒരാളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അൺഎത്തിക്കലാണ്. അത് തടയേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്.